സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതിയെന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതിയെന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. ഞങ്ങളെ കാക്കുന്ന സ്നേഹമേ, നിന്നെ നന്ദിയോടെന്നെന്നും ഓർമ്മിക്കും. ഞങ്ങളെ കാക്കുന്ന സ്നേഹമേ, നിന്നെ നന്ദിയോടെന്നെന്നും ഓർമ്മിക്കും. നിത്യം ജപമാല കൈകളിലേന്തി നിൻ സ്വർഗീയ മധ്യസ്ഥം യാചിക്കും. നിത്യം ജപമാല കൈകളിലേന്തി നിൻ സ്വർഗീയ മധ്യസ്ഥം യാചിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതിയെന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും നിന്നെ ഭാഗ്യവതിയെന്നു കീർത്തിക്കും. അമ്മേ, ഞങ്ങളെല്ലാവരും നിന്റെ ദിവ്യമഹത്വം വർണ്ണിക്കും. സകല ജനപദങ്ങളും ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കുന്ന പരിശുദ്ധ നാഥ, പരിശുദ്ധ കന്യാമറിയം, ആ നല്ല മാതാവിന് വേണ്ടി സ്തുതിഗീതങ്ങൾ അർപ്പിച്ച് കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിർമ്മല സ്നേഹത്തിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ആ വിമല ഹൃദയത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ആദിഗാനം പാടി അമ്മയെ പ്രകീർത്തിക്കാം. അതുവഴി ഈശോയെ മഹത്വപ്പെടുത്താം.
പ്രിൻസി, കല്ലും മുള്ളും നിറഞ്ഞൊരു പാതയിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും അത് പുഷ്പങ്ങളായി മാറ്റപ്പെടും എന്നുള്ളൊരു ആശയം മനോഹരമായി റിൻസി പാടി. റിൻസി എന്തു ചെയ്യുന്നു? റിൻസിയുടെ ഇടവക ഏത് ഒന്ന് പരിചയപ്പെടുത്തു. ഞാൻ പൂതമ്പാറ ഇടവകയിലാണ്. ഏത് രൂപതയാണ്? താമരശ്ശേരി രൂപത തന്നെ, പൂതമ്പാറ ഇടവകയിലാണ് ഞാൻ. TTC കഴിഞ്ഞു, ടീച്ചിങ് ഫീൽഡിലാണ്. അധ്യാപക വൃത്തിയിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെ ഈ അധ്യാപന വേദി തിരഞ്ഞെടുക്കുവാൻ മറ്റൊരു ജോലിയും ഒത്തില്ല, ഇത് ഇരിക്കട്ടെ എന്ന് കരുതിയതാണോ, അതോ അധ്യാപന വൃത്തിയോട് പ്രത്യേകമായി ഒരു സമർപ്പണ ചിന്തയുണ്ടായിരുന്നോ? ഞാൻ ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ ഇങ്ങനെ ടീച്ചിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ വലിയ വലിയ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ +2 കഴിഞ്ഞപ്പോൾ മാതാവിനോട് കൂടുതൽ ചോദിച്ചു, എന്ത് മേഖലയിലേക്കാണ് ഞാൻ പോകേണ്ടത്, മാതാവിൻ്റെ ഇഷ്ടം എന്താണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആണ് ഇങ്ങനെ ഒരു ടീച്ചിങ് ഫീൽഡ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരും ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു, ടീച്ചിങ് ഫീൽഡിലാണ് നിനക്ക് നല്ലതെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് പോയത്. തീർച്ചയായും മാതാവ് ഒരു നല്ല അധ്യാപികയാണ്. സകല സദ്ഗുണങ്ങളും എല്ലാ സുഹൃത പുണ്യങ്ങളും വിളനിലമായിരിക്കുന്ന അധ്യാപിക. ഈ നല്ല മാതാവിനെ ഓരോ അധ്യാപകരും ഹൃദയത്തിൽ പകർത്തിയാൽ, ഈ അമ്മയുടെ സുഹൃത വഴികൾ പിന്തുടർന്നാൽ തീർച്ചയായും ശിഷ്യഗണങ്ങളെ എങ്ങനെ മനോഹരമായി നയിക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ എല്ലാവരും ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ജപമാല വഴികളിലും മാതാവിനുള്ള സ്നേഹത്തിലൊക്കെ ലൂസൻ ടീച്ചർ ഏറെ തീക്ഷ്ണമതിയാണ് ഞാൻ തിരിച്ചറിയുക. എങ്ങനെയാണ് മാതാവിനോടുള്ള ബന്ധമൊക്കെ? കുഞ്ഞുനാട് മുതലേ മാതാപിതാക്കളൊക്കെ ജപമാല ചൊല്ലുന്നതും മാതാവിനോടുള്ള സ്നേഹമൊക്കെ ഞാൻ കണ്ടാണ് ഞാൻ വളർന്നത്. ഇവിടെ വന്നിരുന്ന പല ഗായകരും പങ്കുവെച്ച കാര്യമാണ്, കുഞ്ഞുനാൾ മുതലേ മാതാവിനുള്ള സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഈ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല എന്നുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മാതാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും അമ്മേനെ ഏൽപ്പിച്ചിട്ടാ പോവുക. അമ്മേനോട് പറയും, ഞാൻ വീട്ടിൽ അമ്മേനോട് പറയും, മമ്മി പ്രാർത്ഥിച്ചോണേ ഞാൻ പോവാണ്, അങ്ങനെ പറഞ്ഞിട്ടാ പോവുക. അപ്പം ഒരു ദിവസം ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പം പുതിയ ബാഗും പുസ്തകങ്ങളൊക്കെ വാങ്ങണം. അപ്പം ഞാനും മമ്മി ഇങ്ങനെ ഇരുന്നു. പപ്പേൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, കുറേ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പപ്പ പറഞ്ഞെന്നാൽ നമുക്ക് അടുത്ത വീട്ടിലുള്ള ഒരു ആളോട് ചോദിച്ചു നോക്കാം, കുറച്ച് പൈസ സഹായിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ പോയി ചോദിച്ചപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു, സഹായിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കത് വല്ലാത്ത വിഷമമായി. കാരണം കൂട്ടുകാരെല്ലാവരും പുതിയ ബാഗൊക്കെ ആയി വരുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന പാടെ അവിടെ ഇരുന്ന് മാതാവിൻ്റെ രൂപം നോക്കി കുറേ കരഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട, മാതാവ് എന്തായാലും നീ കരയുന്ന കണ്ടിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പെട്ടെന്ന് അന്ന് പപ്പ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, പപ്പയ്ക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു പൈസ അത് വളരെ പ്രതീക്ഷിതമായിട്ട് പപ്പയ്ക്ക് കിട്ടി. ഒരു 50,000 രൂപയോളം പപ്പയ്ക്ക് കിട്ടി. അത് ഭയങ്കര ഒരു, മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് കേൾക്കും, ഞാൻ പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കും എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമായിരുന്നു അത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു അനുഭവം കേൾക്കുകയായിരുന്നു. പല ജീവിതങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ നമുക്കറിയില്ല. കഷ്ടപ്പാടിൻ്റെയും നൊമ്പരപ്പാടിൻ്റെയും ഒക്കെ ആകത്തുകയായുള്ള ജീവിതങ്ങൾ, സാധാരണ ജീവിതങ്ങൾക്കൊക്കെ നേരിടേണ്ടി വരുന്ന കാര്യമായത്. പുതിയ അധ്യയന വർഷം, കുട വേണം, പുസ്തകം വേണം, പുതിയ ബാഗ് വേണം. ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. കുഞ്ഞു മനസ്സിൻ്റെ നൊമ്പരം കണ്ണീരായി ഒഴുകിയപ്പോൾ ജപമാല പ്രാർത്ഥനകളിൽ ആശ്രയം തേടി, പരിശുദ്ധ അമ്മയിൽ അഭയം തേടി, അതുവഴി ഈശോയ്ക്ക് പ്രാർത്ഥനകൾ നൽകി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ, കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ കുറവുകൾ കണ്ടറിഞ്ഞ് തൻ്റെ പുത്രൻ്റെ അരികിൽ മധ്യസ്ഥം പറഞ്ഞ അമ്മ, ഇന്നും ആ അമ്മ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അമ്മേ ആശ്രയമേ എന്ന് വിളിക്കുക. അമ്മയോടി അരികിലെത്തും. അമ്മ സാന്ത്വനം നൽകും. അമ്മ അതിന് പരിഹാരം കാണുവാൻ പുത്രനോട് അപേക്ഷിക്കും. നമ്മൾ കേട്ടില്ല, എത്രയോ വലിയൊരു അനുഭവം തന്നെ അത്. പിതാവിന് കിട്ടാനുണ്ടായിരുന്ന പണം 50,000 രൂപ അന്നേ ദിവസം അത് ലഭ്യമാകുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെയൊക്കെ ബുദ്ധിക്കും അതീതമല്ലേ ദൈവത്തിൻ്റെ പദ്ധതികൾ. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കാം. നമ്മുടെ സാധാരണ ജീവിതങ്ങളിലെ സ്പന്ദനങ്ങൾ, നൊമ്പരങ്ങൾ അറിയുന്നവൾ അമ്മ. തൻ്റെ പുത്രനായി രക്ഷകനായി യേശുവിൽ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന അമ്മ, എല്ലാറ്റിനും പരിഹാരം കാണാൻ കഴിവുള്ള അമ്മ. നമുക്കും പ്രാർത്ഥിക്കാം, അമ്മേ ആശ്രയമേ കൂടെ നിൽക്കണമേ എന്ന്. ആ പ്രാർത്ഥനയോടെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. in
ലിൻസി, വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ സ്ഥാപിക്കുന്നുണ്ട്: നിനക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പരിശുദ്ധ മറിയത്തിൻ്റെ നാമം പ്രഘോഷിക്കുക. കാരണം അമ്മയ്ക്ക് കൂടുതൽ മഹത്വം കൊടുക്കുന്നത് ഒരിക്കലും ഈശോയുടെ നാമം താഴ്ത്തി കാണിക്കുകയല്ല, മറിച്ച് നമുക്ക് രക്ഷഭൂമിയിൽ കൈവരുവാൻ അത്രമാത്രം പാടുപെട്ടവളാണ് പരിശുദ്ധ മറിയം. ദൈവത്തിൻ്റെ ഹിതത്തിന് അത്രമാത്രം സമർപ്പണം ചെയ്ത ഈ അമ്മയെ ഈശോ ആഗ്രഹിക്കുന്നു അമ്മയെയും മഹത്വപ്പെടുത്തുവാൻ. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നത്, ഈ അമ്മയുടെ നാമം നിങ്ങൾ അവസരം കിട്ടുമ്പോഴൊക്കെ ഉദ്ഘോഷിക്കുക, അത് സ്വർഗീയ മഹത്വത്തിന് കാരണമായി മാറും. ഇപ്പം ഈ പാട്ട് തന്നെ, ഈ 2 ഗാനങ്ങളും, ഇത് സുരേഷ് അമ്പാടി എന്ന് പറഞ്ഞൊരു കലാകാരനാണ്. അദ്ദേഹം ഗായകനാണ്, ഗാനരചയിതാവ്, സംഗീത സംവിധായകനുമാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പാട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. അപ്പം ആത്മീയ ഗാനങ്ങൾ, പ്രത്യേകിച്ച് മാതാവിൻ്റെ പാട്ടുകളൊക്കെ എഴുതുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുക്കി. അപ്പോൾ നമുക്കറിയാം, മറ്റു സമുദായത്തിലുള്ള സഹോദരനാണ്, മാതാവിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വ്യക്തത കിട്ടില്ല. പക്ഷേ ആ ആഗ്രഹം, അമ്മയെ പ്രകീർത്തിക്കാനുള്ള ആഗ്രഹം, അത് സ്വർഗം മാനിച്ചു എന്ന അർത്ഥം. അദ്ദേഹം ഒരിക്കലും രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥനാപൂർവ്വം കിടന്നുറങ്ങുമ്പോൾ രാത്രി 2 മണിയായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ടെന്ന് ഉള്ളിലേക്ക് ഈ 2 മാതാവേ മാതാവേ എന്നരികിൽ വരും. ഇങ്ങനെയുള്ള ആ പാട്ടും ആ രചനയും ഈണവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നിവേശിപ്പിച്ച ഒരു അനുഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എഴുന്നേറ്റു, രാത്രി 2 മണി സമയം, പെട്ടെന്ന് ഈ ഈണവും ഈ രചനയും ഒരുപോലെ കിട്ടി. അദ്ദേഹം മറന്നു പോതിരിക്കാൻ വേണ്ടി മൊബൈലിൽ അത് പാടിയിട്ടു. പിന്നീട് ഞങ്ങളത് കാണുകയും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ഈ 2 ഗാനം അദ്ദേഹം ലഭ്യമാക്കി തന്നു. അതിനുശേഷമാണ് റിൻസിക്ക് അത് അയച്ചു തന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചറിയുക, ഏത് ജാതി മത വർണ്ണ ഇതൊന്നിലൊക്കെ അതീതമായിട്ട് ഈ അമ്മ തന്നെ വിളിക്കുന്ന മക്കൾക്ക് എപ്പോഴും കൂടെ നിൽക്കും, കാവൽ നിൽക്കും. അതാരാണെന്നല്ല, എപ്പോഴും ഈ സ്വർഗീയ മാതാവ് സഹായം നൽകി ആ വലിയ കൃപ നൽകുവാൻ അമ്മ കൂടെയുണ്ട്. തീർച്ചയായും റിൻസയുടെ അധ്യാപന വൃത്തിയിലും ഈ ഗായിക എന്ന തലത്തിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അനേക ശിഷ്യഗണങ്ങളെ ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ ഒക്കെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരു എന്നർത്ഥം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തി അല്ലേ? തീർച്ചയായും അനേക ശിഷ്യഗണങ്ങളെ നന്മയിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. പ്രിയമുള്ളവരെ, ആരെന്നല്ല, ഹൃദയപൂർവ്വം ഈ അമ്മയെ വിളിക്കുന്ന ഏതു മക്കൾക്കും അമ്മ അരികെയുണ്ട്. അമ്മ മാധ്യസ്ഥം വഹിച്ച് സാന്ത്വനം നൽകി കൂടെ നിൽക്കും. മാതാവേ മാതാവേ ഒരു താരാട്ടുമായി വരുമോ? നമ്മൾ കേട്ടില്ലേ, ഒരു സഹോദരൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ പകർത്തി വെച്ചപ്പോൾ ഈണവും ഭാവവും രചനയും സംഗീതവും ഒക്കെ നൽകി സ്വർഗം അനുഗ്രഹിച്ചു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാം, അതിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്നേഹ സാമീപ്യമാണല്ലോ അമ്മ, സ്നേഹ സാന്നിധ്യമാണല്ലോ അമ്മ. അതിനായി ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അമ്മയെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അമ്മയെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. അതുവഴി ഈശോയെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ. എന്നും അമ്മ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാകണമേ, കാവലായിരിക്കണമേ. ആമേൻ.